നമസ്കാരം. ലോക ഫുട്ബോളിൽ മെസ്സി മാജിക്കിൽ തകർപ്പൻ തുടക്കമിട്ട് അർജന്റീന. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് അർജന്റീന അൾജീരിയയെ തകർത്ത് തരിപ്പണമാക്കിയത്. ലോകകപ്പ് കരിയറിൽ ആദ്യ ഹാട്രിക് നേടി ലയണൽ മെസ്സി. ലോകകപ്പിലെ ഗോൾ വേട്ടയിൽ ഒന്നാമനായി ലയണൽ മെസ്സി. അങ്ങനെ 3 ഗോളുകളുമായി ലയണൽ മെസ്സി അർജന്റീനയ്ക്ക് അത്യുഗ്രൻ ജയം സമ്മാനിച്ചു. മിറോസ്ലാവ് ക്ലോസയ്ക്കൊപ്പം 16 ഗോളുകളുമായി മെസ്സി ലോകകപ്പ് ഗോൾ വേട്ടയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു. അർജന്റീന അൾജീരിയ മത്സരത്തിൽ 17-ാം മിനിറ്റിലാണ് അർജന്റീന സ്കോറിംഗ് തുടങ്ങുന്നത്. ആ 17-ാം മിനിറ്റിൽ റോഡ്രിഗോ ഡി പോൾ, പലപ്പോഴും അർജന്റീനയുടെ എതിർ രാജ്യങ്ങളുടെ ആരാധകരെങ്കിലും കളിയാക്കാറുണ്ട് റോഡ്രിഗോ ഡി പോളിനെ ലയണൽ മെസ്സിയുടെ ബോഡി ഗാർഡാണെന്ന്. അക്ഷരാർത്ഥത്തിൽ ആ റോഡ്രിഗോ ഡി പോൾ നൽകിയൊരു ത്രൂ പാസ് ഉണ്ട്. ആ ത്രൂ പാസ് ആണ് അർജന്റീന നായകന് ഗംഭീരമായിട്ടുള്ള ഒരു ഗോളിന് വഴിയൊരുക്കിയത് 17-ാം മിനിറ്റിൽ. അതിനു മുമ്പ് അർജന്റീന ആരാധകർക്ക് ഒരു ആവേശ നിമിഷം ഉണ്ടായിരുന്നു 5-ാം മിനിറ്റിൽ തന്നെ. അവിടെ ലയണൽ മെസ്സി പന്ത് വലയിലെത്തിച്ചു, പക്ഷേ അത് ഓഫ് സൈഡായി മാറി എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇത് കഴിഞ്ഞ് തൊട്ടു പിന്നാലെ 7-ാം മിനിറ്റിൽ അൾജീരിയയും സമാനമായൊരു ഗോൾ നേടി. ഗോൾ അനുവദിക്കുകയും ചെയ്തു ഫീൽഡ് റഫറി. പക്ഷേ VAR-ൽ വീഡിയോ റഫറി സംവിധാനം അത് പക്ഷേ ഓഫ് സൈഡ് ആണെന്ന് കണ്ടെത്തി. അങ്ങനെ അൾജീരിയയുടെ ആഘോഷ നിമിഷം അവിടെ തന്നെ അവസാനിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ലോകം മുഴുവൻ അർജന്റീനയ്ക്ക് വേണ്ടി ആർത്തു വിളിച്ച ഒരു ദിനം അവിടെ ഇതാ കേരളത്തിൽ നിന്നുള്ള കാഴ്ച കാണാം. കേരളത്തിൽ ഒരു ഫുട്ബോൾ ആരവം അത് എത്രമാത്രം ഒരു സ്റ്റേഡിയത്തിൽ ഉണ്ടാകുമോ അതിനേക്കാളും ഒക്കെ ഉപരിയായി ഒരു മിനി സ്റ്റേഡിയത്തിൽ ഉയർന്ന ശബ്ദമാണ് കേൾക്കുന്നത്. കേരളത്തിലെ പുത്തൻ പാലത്ത് നിന്നുള്ള കാഴ്ച. റൈറ്റ്, 17-ാം മിനിറ്റിൽ ആദ്യ ഗോൾ നേടിയ ലയണൽ മെസ്സി ആ ഗോൾ നേട്ടം ആവർത്തിച്ചു. അത് 60-ാം മിനിറ്റിലാണ്. 60-ാം മിനിറ്റിൽ ലയണൽ മെസ്സി ആ ഗോൾ നേട്ടം ആവർത്തിക്കുമ്പോൾ അവിടെ അസിസ്റ്റ് നൽകുന്നത് അലക്സിസ് മക്കാലിസ്റ്റർ ആണ്. അലക്സിസ് മക്കാലിസ്റ്റർ നൽകിയ ഷോട്ട് അത് റീബൗണ്ട് ആയി ഗോൾ കീപ്പർ ലൂക്കാസ് സിദാനിൽ റീബൗണ്ട് ആയി മെസ്സിയുടെ കാലിലേക്ക് എത്തുന്നു. പോരെ പൂരം. മെസ്സിക്ക് ഹാഫ് ചാൻസസ് മതി എന്നുള്ളത് ലൂക്കാസ് സിദാൻ ഇനിയും പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷമായിരുന്നു മെസ്സിയുടെ 3ാമത്തെ ഗോൾ, ഹാട്രിക് ഗോൾ. ആദ്യമായി, ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പിൽ 6 ലോകകപ്പായി ലയണൽ മെസ്സി. ഒരു താരത്തിനും നേട്ടമില്ലാത്ത, എത്തിപ്പിടിക്കാൻ കഴിയാത്ത നേട്ടം. ആ 6ാം ലോകകപ്പിൽ വരെ കാത്തിരിക്കേണ്ടി വന്നു ലയണൽ മെസ്സിക്ക് ഹാട്രിക് നേടാനായി. ഇന്ന് ഹാട്രിക് ലയണൽ മെസ്സി സ്വന്തമാക്കി. അത് 76-ാമത്തെ മിനിറ്റിലായിരുന്നു. 76-ാമത്തെ മിനിറ്റിൽ ലയണൽ മെസ്സിക്ക് വേണ്ടി ആ ഹാട്രിക് ഒരുക്കിയത് അവിടെ നിക്കോള ഗോൺസാലസ് ആണ് അസിസ്റ്റ് എങ്കിൽ പോലും മക്കാലിസ്റ്റർ, നെഹൽ മൊളീന, റോഡ്രിഗോ ഡി പോൾ ഇവരുടെയൊക്കെ പങ്കാളിത്തം ഉണ്ടായിരുന്നു ആ ഗോൾ നേട്ടത്തിൽ. അങ്ങനെ ഫുട്ബോളിന്റെ മിശിക നേട്ടങ്ങളെല്ലാം എത്തിപ്പിടിച്ച് സന്തോഷത്തോടെ നിൽക്കുമ്പോഴാണ് ലയണൽ സ്കലോണി അദ്ദേഹത്തെ തിരികെ വിളിക്കുന്നത്. മതി, കയറിപ്പോരെ, നമ്മൾ ജയമുറപ്പാക്കി എന്നുള്ളതിൽ വലിയ ആരവത്തിൽ കാണികൾ അദ്ദേഹത്തെ തിരികെ കയറ്റിയിടുകയും ചെയ്തു. അങ്ങനെ മെസ്സി വളരെ സേഫായി നിർത്തുന്നു. കായികക്ഷമത പൂർണ്ണമായും വീണ്ടെടുത്ത ഒരു മെസ്സിയെ കാണാൻ കഴിഞ്ഞു. വളരെ ഫിറ്റായി ഓടി നടന്ന സ്കോർ ചെയ്യുന്ന ലയണൽ മെസ്സി. ഒറ്റയ്ക്കൊരു ഗോൾ ശ്രമം മാത്രമാണ് പാഴായത്. ലൂക്കാസ് സിദാൻ അത് സേവ് ചെയ്തു. മുന്നിൽ ഗോൾ കീപ്പർ മാത്രമായിരുന്നു മെസ്സിക്ക്. പക്ഷെ എങ്കിൽ പോലും ലയണൽ മെസ്സിയുടേത് ഇന്നത്തെ ഒരു മാന്ത്രിക സ്പർശമുള്ള ദിനമായിരുന്നു. അർജന്റീനയുടെ ക്ലാസിക്കൽ ജയവുമായിരുന്നു. അർജന്റീനയുടെ ജയത്തെ ആഘോഷമാക്കുകയാണ് ലോകമെമ്പാടുമുള്ള ആരാധകർ. നമ്മൾ പോകുന്നത് കോഴിക്കോട്ടെ ആരാധകർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാനാണ്. നമ്മളെ ഓട്ടോ വിളിച്ച് സ്ഥലം തെറ്റി അറിയില്ല. ബട്ട് ഞങ്ങൾ അന്വേഷിച്ച് കളി കാണാൻ വേണ്ടിട്ട് തന്നെ വന്നതാണ്. ഞാൻ അവിടെ പഠിക്കുകയാണ്. ബട്ട് ഞങ്ങൾ കളി കാണാനായിട്ട് വന്നു. ഭയങ്കര ഡാൻസ് ആയിരുന്നല്ലോ, 2 സ്റ്റെപ്പ് വെച്ച് തൂക്കും. ഈ വേൾഡ് കപ്പ് അർജന്റീന തൂക്കും. നമ്മളെ കൊണ്ടേയിരിക്കും. 1, 2 അല്ല 3 ഗോളാണ് അടിച്ചത്. 3 ഗോൾ മാത്രം നമ്മളെ നമുക്ക് ടെൻഷൻ ഇല്ല, ബാക്കിയുള്ളവർക്ക് ടെൻഷനാ. നമ്മൾ കളിക്കുമ്പോ ടെൻഷൻ ഇല്ല, നമ്മൾ ജയിക്കുന്ന ഉറപ്പാ.
കപ്പടിക്കും അർജന്റീന. അർജന്റീന കപ്പടിക്കും എന്നുള്ളതാണ്. അടിപൊളി മെസ്സി തൂക്കി. ഇത്രയും ഗോളടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ ഈ 3? പിന്നെ ഇത് തൂക്കും ഉറപ്പാ. അപ്പൊ ഇത്തവണ കപ്പാർക്കാ ഫോർത്ത് ലോഡിങ്. മെസ്സി മെസ്സി 3 ഗോൾ അടിക്കുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു. ഒന്നടിക്കുന്ന നിർബന്ധമായിരുന്നു. 3 അടിച്ചപ്പോ സന്തോഷം. വൻ മടിയായി പോയി. അതെ, അത്രേ ഉള്ളൂ. അപ്പൊ അർജന്റീന കപ്പ് തൂക്കി. പറയാനായില്ല, ഇനി സ്റ്റെപ്പുകളിലല്ലോ കാണാം. അപ്പൊ ഇത്തവണ കപ്പാരടിക്കും. കപ്പ അർജന്റീന അടിക്കും. പോർച്ചുഗൽ ജയിക്കുള്ളൂ. റൊണാൾഡോ മെസ്സി ജയിക്കൂല. മെസ്സി 3 ഗോൾ അടിച്ചു. മെസ്സി 3 ഗോൾ അടിക്കൂ. പക്ഷെ റൊണാൾഡോ അടിക്കൂ. മെസ്സി ഒന്നും പോരാ. നമ്മളടിക്കൂ. നമ്മളെ നെയ്മർ ഇറങ്ങിയില്ല. 20-ാം തീയതി കണ്ടോളി. 20-ാം തീയതി കണ്ടോളി. അടിക്കൂ, നമ്മളടിക്കൂ. മെസ്സി 3 ഗോൾ അടിച്ചത്. മെസ്സി അടിച്ചോളൂ. നമ്മൾ നെയ്മർ ഇറങ്ങിയില്ല. നെയ്മർ ഇറങ്ങുമ്പോ നമ്മള് കണ്ടോളി. അത്ര എനിക്ക് പറയാനുള്ളൂ. ഹാട്രിക് അടിച്ചില്ല മെസ്സി, അതന്നെ മതി. അതാണ് ഏറ്റവും വലിയ സംഭവം. അതെ. എങ്ങനെയുണ്ട് കളി? കളി എന്ത് പറയാനാ, നിങ്ങൾ കണ്ടില്ലേ കളി? എന്ത് പറയാനാ? മെസ്സിന്റെ ഹാട്രിക്ക്, അർജന്റീനക്ക് ജയോ. ബ്രസീലാർ തോൽപ്പിക്കാൻ വന്നതൊക്കെ ഉണ്ട്, ഒലക്കെ പോയി. പ്രായം കൂടുന്നവർ ഒട്ടും കുറയുന്നില്ല. ഒട്ടും കുറയുന്നില്ല, കൂടിക്കൊണ്ടിരിക്കുക. കളി നല്ലൊരു കളിയായിരുന്നു. ഈ കളി ഞാൻ പ്രതീക്ഷിക്കാത്തതിലും അപ്പുറമാണ് മെസ്സി കാഴ്ചവെച്ചത്. ഇതൊരിക്കലും ഇനി വേൾഡ് കപ്പിൽ നമ്മൾ തുടർന്ന് പോവും. കപ്പടിക്കും. ഈ പ്രാവശ്യം തൂക്കിയിരിക്കും. ഈ പ്രായത്തിൽ ഇങ്ങനെ കളിക്കുമെന്ന് പ്രതീക്ഷിച്ചോ? ഇല്ല, വയസ്സ് കൂടുന്തോറും കളിയുടെ രുചി കൂടുകയാണ്. അപ്പൊ ബ്രസീലും പോർച്ചുഗലും ഒന്നും നോക്കണ്ട, അർജന്റീന തന്നെ തീർച്ചയായും. ഇന്നലെ എംബാപ്പെ 14 ഗോൾ അടിച്ചു. ഇന്ന് ആ റെക്കോർഡ് കളഞ്ഞു. അത് റെക്കോർഡ് കളഞ്ഞു മെസ്സി. മെസ്സി റെക്കോർഡൊക്കെ ഒന്നും ഒരു വിഷയമുള്ള കേസ്. മുത്തുമണി കൊണ്ടുപോകും. നമ്മൾ തൂക്കിയിരിക്കും. ഈ അർജന്റീന ജയിച്ചാൽ ഇന്ത്യ വക ബിരിയാണി ഉണ്ടാവും. അർജന്റീന കപ്പ് നേടിയാലാണോ? ആയിക്കോട്ടെ, വിശ്വാസം അതല്ലേ എല്ലാം. മുത്തുമണി തൂക്കിയിരിക്കുമെന്നാണ് അർജന്റീന ആരാധകർ പറയുന്നത്. ഇനി മലപ്പുറത്തേക്ക് പോവാം. മലപ്പുറത്തും ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഇത്തരം ഫാൻ ഷോകളൊക്കെ ഉണ്ടായിരുന്നു. ബിഗ് സ്ക്രീനിൽ കളിയൊക്കെ കണ്ട് ഒരുപാട് ആരാധക കൂട്ടായ്മ ഉണ്ടായിരുന്നു. അവിടെയും സന്തോഷമാണ് അർജന്റീന ആരാധകരുടെ ഭാഗത്ത്. ആദ്യ കളി തന്നെ രാജകീയമായി 3-0 ജയിച്ചതിന്റെ ആവശ്യത്തിലാണ് അർജന്റീന ആരാധകർ. എങ്ങനെയാണ് കളി? ഞങ്ങൾക്ക് ഇതിലേറെ വലിയ ആവശ്യമുണ്ടോ? 3 വേൾഡ് കപ്പിൽ തുടർച്ചയായിട്ട് ഹാട്രിക് അടിച്ചാരാ മെസ്സി. പല PSG ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എഴുതി വെച്ചോളി, അത് മാറൂല, മാറ്റാനാവൂല. കളി അടിപൊളി. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഈ വേൾഡ് കപ്പ് 38 കഴിഞ്ഞാട്ടായിരിക്കും, അത് ഉറപ്പായിട്ടുണ്ട്. ഗോളുകളും ഹാട്രിക്കാണ് തവണ നേടിയത്. ഹാട്രിക് നേടി മെസ്സി ക്ലോസയുടെ റെക്കോർഡിനൊപ്പം എത്തിയിട്ടുണ്ട്. എന്തായാലും സബ് എത്തില്ലെങ്കിൽ മെസ്സി ആ റെക്കോർഡ് എന്താണ് തകർത്തിരിക്കും. അടിപൊളി കളി സൂപ്പർ. ഹാട്രിക് അടിച്ചില്ലേ മെസ്സി, സൂപ്പർ. ഗോള അടിപൊളി ഗോളാ. 3 ഗോള് അടിപൊളി ഗോളായിരുന്നു മെസ്സിയുടെ. ഇതൊരു മുന്നറിയിപ്പാണ്. ഈ കനക കിരീടം മോഹിച്ചുകൊണ്ട് ഒരാളും ഈ വേൾഡ് കപ്പിൽ ബൂട്ട് കെട്ടണ്ടെന്നുള്ളതിന്റെ ഒരു മുന്നറിയിപ്പാണ് ഇന്നത്തെ കളി. മെസ്സിയും സംഘവും എന്തിനും തയ്യാറാണ്. അൾജീരിയ ചെറിയ ടീമാണെന്നാണ് പറയുന്നത്. അല്ല, അർജന്റീന നമ്മൾ ചെറുതായിട്ട് കാണില്ല. ഈ ലോകകപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ടീമും തമ്മിൽ, വലിയ ടീമും ചെറിയ ടീമും തമ്മിലുള്ള അന്തരം വളരെ നേർത്തതാണ്. നമ്മൾ ഇതിനു മുമ്പുള്ള കളി, ബ്രസീലിന്റെ കളിയാണെങ്കിലും സ്പെയിനിന്റെ കളിയാണെങ്കിലും ഹോളണ്ടിന്റെ കളി എല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു ടീമിനെ നമ്മൾ ചെറുതായി കാണേണ്ടതില്ല. പക്ഷെ ഇന്നത്തെ മത്സരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് മെസ്സി എവിടെ വെച്ചാണോ നിർത്തിയത് അവിടെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. 2022 എവിടെ മെസ്സി സ്റ്റോപ്പ് ചെയ്തോ അവിടെ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയും ബാക്കിയുള്ള കളികളും ആ ഒരു പ്രകടനം തന്നെ നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായും കപ്പ് 1970 ശേഷം ഈ വേൾഡ് കപ്പ് നിലനിർത്തുന്ന ആദ്യ ടീമായിട്ട് അർജന്റീന മാറും. മെസ്സിക്കൊപ്പം തന്നെ ഇന്നലത്തെ എംബാപ്പയുടെ കളി കൂടി പറയണം. 2 ഗോൾ പുള്ളി കളിച്ചു. തീർച്ചയായും എംബാപ്പെ എന്നുള്ളത് ഏറ്റവും നല്ലൊരു പ്രായത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. 2 ഗോൾ അടിച്ചു. അതിൻ്റെ കൂടെ മെസ്സി ഇവിടുന്ന് ഹാട്രിക് അടിച്ചത്. അവർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ കഴിഞ്ഞ വേൾഡ് കപ്പിലെ പോലെ ഒരു ടോപ്പ് സ്കോർ കോമ്പറ്റീഷൻ നമുക്ക് ഈ വേൾഡ് കപ്പിനും പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ 2 കളിയിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. കപ്പ് നിലനിർത്തുന്ന കാര്യം സംശയമൊന്നുമില്ല. ഒരു സംശയമില്ല. കണ്ടില്ലേ ഇന്നത്തെ മത്സരത്തിൽ തന്നെ നമുക്ക് വ്യക്തമല്ലാത്ത കാര്യം. എങ്ങനെയുണ്ട്? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഏത് ടീമിന്റെ ഫാനാ? നമ്മൾ അർജന്റീനയാണ്. ബ്രസീലാണോ? അർജന്റീന. എന്താണ് നിങ്ങളെ കളി കണ്ടില്ലേ? എങ്ങനെയുണ്ടായിരുന്നു? ബ്രസീലാണോ?
അല്ല, ഞാൻ സ്പെയിനാണ്. സ്പെയിനാണ്. എങ്ങനെയുണ്ട് അർജന്റീന കളി? കുഴപ്പമില്ല. ഈ വർഷവും അർജന്റീന തോക്കുന്ന തോന്നുന്നത്. മെസ്സിന്റെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. മെസ്സി തകർപ്പൻ ഫോമിലാണ്. അതെ, തീർച്ചയായിട്ടും നല്ല പെർഫോമൻസ് ആയിരുന്നു. ഹാട്രിക്ക് നല്ല കുഴപ്പമില്ല, നല്ല. എന്നാണെങ്കിലും അർജന്റീന ആരാധകർ ആവേശത്തിലാണ്. വിജയിച്ചതിൽ മാത്രമല്ല, മെസ്സിയുടെ ഹാട്രിക് കൂടി ഇവർക്ക് ഈ കളി ഇത്രമാത്രം ആഘോഷമാക്കാനുള്ള ഒരു കാരണം കൂടിയുണ്ട്. ഇതിന്റെ തുടർച്ച വരുന്ന കളികളിൽ ഉണ്ടാകും. അർജന്റീന രാജകീയമായി തന്നെ ലോകകപ്പ് നിലനിർത്തുന്ന പ്രതീക്ഷയാണ് അർജന്റീന ആരാധകർ പങ്കുവയ്ക്കുന്നത്. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഈ അർജന്റീന ആരാധകരുടെ ആഘോഷം അത് തുടരട്ടെ. ജൂലൈ 19 ഈ ആഘോഷം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ലയണൽ മെസ്സി, കിലിയൻ എംബാപ്പെ ഒരു ആവേശ പോരാട്ടം, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയ ഗോൾ സ്കോറർ പട്ടികയിലെ പോരാട്ടം തുടരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്നാലും ഫുട്ബോളം വീണ്ടും എത്തും രാത്രി 8 മണിക്ക്. നമസ്കാരം.